നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. തമ്പിയച്ചൻ കൂടി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാന്നല്ലേ പറഞ്ഞേ? പറ. എല്ലാവരും വന്നു. പറ മോനെ. സത്യത്തില് ഇതൊരു പെൺകുട്ടിയുടെ കാര്യ, എന്നെ ജീവിതത്തിലേക്ക് നയിച്ച ഒരു പെൺകുട്ടിയുടെ കാര്യം. കഴിഞ്ഞ തവണ ഞാനിവിടെ നിന്ന് പോയത് ഒരു ലക്ഷ്യമില്ലാതെയായിരുന്നു. ജീവിതം മടുത്തിട്ട് എങ്ങനെയെങ്കിലും അതൊന്ന് അവസാനിപ്പിക്കാൻ വേണ്ടിയായിരുന്നു ആ യാത്ര. പക്ഷേ അതിനിടകൊടുക്കാതെ ജീവിതത്തിനും മരണത്തിനും ഇടയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന നിശ്ചയമില്ലാതെ തൂങ്ങി നിന്നിരുന്ന എന്നെ അവൾ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റി. സൗപർണിക ദേവിയുടെ സന്നിധിയിൽ പൂക്കട നടത്തുന്ന ഒരു പെൺകുട്ടി. അവളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സന്ദീപേ, ഇതിന് ഇത്ര വലിയ മുഖവരയുടെ കാര്യമൊന്നുമില്ല. നിന്റെ ജീവൻ രക്ഷിച്ച പെൺകുട്ടി, അവളെ നിനക്കിഷ്ടമാണ്. അത്രയും പറഞ്ഞാൽ മതി. ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തോളാം, അല്ലേ? അതെ അതെ, നീ അത് തുറന്നു പറഞ്ഞതിന്റെ സന്തോഷം ഞങ്ങൾക്ക്. കുട്ടിയുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എങ്ങനെ? കുട്ടിക്ക് അവിടെ ഒരു പൂക്കടയാണ്, അതുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നതെന്ന് തോന്നുന്നു. പിന്നെ കുട്ടിയുടെ അച്ഛൻ അതിനോട് ചേർന്ന് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു കട നടത്തുകയാണ്. വേറെ വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല, പാവങ്ങളാ. അങ്ങനെയൊക്കെയുള്ളൊരു കുട്ടി ഈ ഫാമിലിയുടെ സ്റ്റാറ്റസിന് ചേർന്നതാണോ? അതും കൂടി ഒന്ന് ആലോചിക്കണ്ടേ ശ്രീലാമ്മേ? അതൊന്നും സാരമില്ല. അത്രയും ദൂരെയല്ലേ, അന്യ സംസ്ഥാനത്ത്. അവരുടെ സ്റ്റാറ്റസും കുടുംബ പശ്ചാത്തലവും ഒക്കെ ആരറിയാൻ, ആര് തിരക്കാനാ? ഫാമിലിക്ക് പ്രഭുത്വം ഉണ്ടോ, കയ്യിൽ പൂത്ത പണം ഉണ്ടോ എന്നൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. സന്ദീപിന് പെൺവീട്ടിലെ പണത്തിന്റെ ആവശ്യമില്ല. പിന്നെ കുടുംബ മഹിമ അതിക്കാലത്തൊരു വിഷയമേ അല്ല. അതൊന്നും നമ്മൾ അന്വേഷിക്കണ്ട. പക്ഷെ ഒന്നന്വേഷിക്കണം, പെൺകുട്ടിയുടെ സ്വഭാവം. അതിൽ പാളിച്ച വന്നുകൂടാ. ഇല്ല തമ്പിയച്ച, പെൺകുട്ടിയുടെ സ്വഭാവത്തിന് ഒരു തകരാറുമില്ല, അതെനിക്ക് ഉറപ്പാ. അതൊന്നും നമ്മളിപ്പോ ചിന്തിക്കേ വേണ്ട. പിന്നെ കാണുന്ന പെൺകുട്ടികളെയൊക്കെ ഇഷ്ടപ്പെട്ട് അവരുടെ പിന്നാലെ പോകുന്നവനല്ല സന്ദീപെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്രയും ദൂരം സഞ്ചരിച്ച് മൂകാംബികയിൽ ചെന്ന് ഒരു പെൺകുട്ടിയെ ഇവൻ ഇഷ്ടപ്പെടണമെങ്കിൽ അതൊരു സാധാരണ പെൺകുട്ടി ആയിരിക്കില്ല. അതുമാത്രമല്ലല്ലോ, അവന്റെ ജീവൻ രക്ഷിച്ച പെണ്ണല്ലേ. അതുകൊണ്ട് നമുക്കും അവളോടൊരു കടപ്പാടുണ്ട്. അതെ അതെ. പിന്നെ എന്റെ മോൻ ഇഷ്ടപ്പെട്ട പെൺകുട്ടി, അവളെ നമുക്ക് ഇവനോട് ചേർത്ത് വെക്കണം. അതിനെന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാൽ പോലും നമ്മളത് ചെയ്യണം. ആ കുട്ടിയുടെ കാര്യത്തിൽ ഇനി ഇവിടെ എതിരഭിപ്രായങ്ങളൊന്നും വേണ്ട. സന്ദീപിന്റെ ആഗ്രഹം അതുപോലെ കാര്യങ്ങൾ നടക്കണം.